നവോത്ഥാനത്തിന്റെ പേരിൽ ഇവിടെ കാട്ടിക്കൂട്ടിയ വിക്രിയകൾ നമ്മൾ കാണേണ്ടത്. ചുംബന സമരം കണ്ടു, ആർത്തവാഘോഷം കണ്ടു, ഇതിലെല്ലാം നിറഞ്ഞു നിന്ന വ്യക്തിത്വങ്ങളെ നമ്മൾ കണ്ടു. ഇവരൊക്കെ പല ഘട്ടങ്ങളിൽ ഈ മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്ന സാഹചര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. യഥാർത്ഥത്തിൽ ഒരു തരത്തിൽ അരാജകവാദം സൃഷ്ടിക്കാൻ ഈ നവോത്ഥാന പ്രവർത്തനങ്ങൾ കേരളത്തിൽ വഴിവെച്ചു എന്നത് അന്നേ സംഘപരിവാർ സംഘടനകൾ പറയുന്നതാണ്. അത് ശരിയാണെന്ന് കാലം തെളിയിച്ചു കൊണ്ടിരിക്കുന്ന നാളുകളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, വളരെ കൃത്യമായി ഭാരതീയ ജനതാ പാർട്ടി പറയുന്ന കാര്യങ്ങൾ ഇന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് കേരളത്തിലെ പൊതുസമൂഹം. ഈ അസ്കർ പറയുന്നിടത്ത് അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇത്തരം ഒരു ചർച്ചയിൽ വന്ന് ഇടതുപക്ഷ നിരീക്ഷകൻ എന്ന നെറ്റിപ്പട്ടം വെച്ചിട്ട് പറയുന്നതിന് പരിമിതി ഉണ്ടാകാം. പക്ഷെ ചില യാഥാർത്ഥ്യങ്ങളോട് നമുക്ക് കണ്ണടയ്ക്കാൻ കഴിയുമോ അസ്കർ? നോക്കൂ, കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ കാര്യങ്ങളല്ലേ. ഇന്നലെ തന്നെ നോക്കൂ, 10ാം തരത്തിൽ പഠിക്കുന്ന 2 കുട്ടികൾ അവരാണ് പറയുന്നത്, ഒരു എന്താ പറയാ, ഒരു ബൾക്കായിട്ടുള്ള ഒരു സംഘർഷത്തിൽ കൊല്ലപ്പെട്ടാൽ പോലും അത് ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല. സർ, എവിടുന്ന് കിട്ടുന്നു ഈ കുട്ടികൾക്ക് ഇത്രയും വലിയ ജ്ഞാനവും ഇത്രയും വലിയ പഴുതുകൾ എവിടുന്നാണ് കിട്ടുന്നത്? മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നു. സർ, 23 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ സ്വന്തം കൂടപ്പിറപ്പിനെയും സ്വന്തം കാമുകിയെയും ഉമ്മയെയും പിതൃ സഹോദരനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഒക്കെ കേവലം ഒരു ചുറ്റിക കൊണ്ടടിച്ച് അവരുടെ ഒരു ഞരങ്ങൽ പോലും പുറത്തു വരാതെ ഇത്ര ശാസ്ത്രീയമായിട്ട് എവിടെ ഇടിക്കണം, എത്ര ശബ്ദം പുറത്തു വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നിത്യാദി കാര്യങ്ങൾ ചെയ്യാൻ ഒരു കേവലം, മാത്രമല്ല അസ്കർ പറയുന്നതിന് വിഭിന്നമല്ലേ, അദ്ദേഹത്തെ പരിശോധിച്ച ഭ്രാന്തൻ എന്ന് നിങ്ങൾ പറയുമ്പോഴും അദ്ദേഹത്തെ പരിശോധിച്ച സൈക്കോളജിസ്റ്റുകളും സൈക്യാട്രിസ്റ്റും പറഞ്ഞ എന്താണ്, അദ്ദേഹത്തിന്റെ മനോനിലയ്ക്ക് യാതൊരു തരത്തിലുള്ള കുറവുമില്ല. ഇപ്പോഴും അസ്കറിനെ പോലെ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു നിരീക്ഷകനാണ് ഹസ്കർ. ഹസ്കർ, നിങ്ങൾ എന്തിനാണ് ഇത്തരം ആളുകളെ ന്യായീകരിക്കുന്നതിന്? കേരളത്തിലെ സൈക്കോളജിസ്റ്റും സൈക്യാട്രി വകുപ്പിന്റെയും ഡോക്ടർമാര് സാക്ഷ്യപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ മനോനിലയ്ക്ക് യാതൊരു തെറ്റുമില്ലെന്ന് പറഞ്ഞ അദ്ദേഹത്തെ ഈ ചർച്ചയിൽ വന്നിട്ട് ഭ്രാന്തൻ എന്ന് വിളിച്ച നിങ്ങൾ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ഭയം. എനിക്ക് ന്യൂനപക്ഷത്തോടുള്ള വെറുപ്പാണെന്ന് പറഞ്ഞ് കഴുതലും സർ, പാലാ ബിഷപ്പാരാണ്, അദ്ദേഹം ഭൂരിപക്ഷമാണ്, അദ്ദേഹം ഈ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ആളാണ്. മാത്രമല്ല, ഒരുപക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ ഭൂരിപക്ഷത്തിൽപ്പെട്ട ആളുകളെ എത്ര പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി എന്ന കണക്കൊന്നും ആരുടെയും കയ്യിൽ ക്രോഡീകരിച്ച് കിട്ടാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഉത്തമ ബോധ്യത്തോടെ പറയും, കേരളത്തിലെ ഓരോ ബിഷപ്പ് ഹൗസിലും ഓരോ അവരുടെ ഇടവകയ്ക്കകത്തും എത്ര പേര് എങ്ങോട്ടൊക്കെ പോയി, അവരുടെ മതത്തിൽ നിന്നും പുറത്തേക്ക് എത്ര പോയി, അവരെത്ര കൊണ്ടുവന്നു, അതിൽ സ്ത്രീ എത്ര, പുരുഷനെത്ര, ഹിന്ദുവിലേക്ക് പോയതെത്ര, ഹിന്ദുക്കൾ ക്രിസ്ത്യാനിയായതെത്ര, ക്രിസ്ത്യാനി ഹിന്ദുക്കളായതെത്ര, മുസ്ലിങ്ങളിൽ നിന്നും അവരുടെ സമുദായത്തിലേക്ക് വന്നതെത്ര, അവിടെ തിരിച്ചു പോയതെത്ര എന്നതിന് ഞാൻ ഉത്തമ ബോധ്യത്തോടെ പറയുന്ന കൃത്യം കണക്കുണ്ട് സർ. അവരുമായി ബന്ധപ്പെടുത്തുന്ന അവരുടെ ഭാഗത്തുനിന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് കറക്റ്റ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. പാലാ ബിഷപ്പും അല്ലെങ്കിൽ ഇവരൊന്നും വെറുതെ വായി തോന്നിയത് വിളിച്ചു പറയുകയല്ല. They have their own clear evidences and data. അത് വെച്ചാണ്, ഒരുപക്ഷെ തെളിയിക്കാൻ പരിമിതികൾ ഉണ്ടാകാം. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ കേരളത്തിലെത്തുന്നു. മാത്രമല്ല, ഇപ്പൊ തന്നെ നമ്മൾ പറയുന്നത് എന്താണ്, ഒരു MLA-യുടെ മകൻ ആയതുകൊണ്ടല്ലേ ഹസ്കറെ ഈ കുട്ടി ഇങ്ങനെ രക്ഷപ്പെട്ടത്? അല്ലാതെ ഇരുന്നെങ്കിൽ എന്നും. ഇനി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് ഇത് പരിശോധിക്കാൻ ഇത് നൽകുന്ന സന്ദേശം എന്താണ്? നാളെ ഏതെങ്കിലും ഒരു എക്സൈസ് ഉദ്യോഗസ്ഥന് ഒരു 5-8 കുട്ടികളെ ഒന്നിച്ച് കാണുന്ന അവർ പുകവലിക്കുകയും അത് കഞ്ചാവാണ് ഉത്തമ ബോധ്യം ഉണ്ടായിട്ട് അവരെ പിടിച്ചുകൊണ്ടുവന്ന് അവരുടെ പേരിൽ FIR ഇടാൻ ആർക്ക് ധൈര്യം ഉണ്ടാകും? മാത്രമല്ല, അസ്കറിനെ ഞാൻ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു, കേരളത്തിൽ പരിശോധിക്കാനുള്ള പ്രാകൃതമായ നടപടികളാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളത്. ഞാൻ ആധികാരികതയോടെ പറയും, ചെറിയ കേസുകളെ എബൺ കിറ്റ്, ABBON, ആ കിറ്റ് ഉപയോഗിച്ചാണ് അത്രേ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇവന്റെ ഉള്ളിൽ ചെന്ന രാസ ലഹരിയെ കുറിച്ച് പരിശോധിക്കുന്നത്. ഞാൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റുമായി സംസാരിച്ച് ബോധ്യപ്പെട്ട കാര്യമാണ് പറയുന്നത്. ഒരു സ്പോഞ്ച് പോലുള്ള ഒരു വസ്തുവാണ് എബൺ കിറ്റ്. അത് അവർ വായിലിട്ട് ചവയ്ക്കാൻ ആവശ്യപ്പെടും. ചവച്ചു കഴിഞ്ഞാൽ അവരുടെ ഉമിനീരിന് ഇതുമായി ഉണ്ടാക്കുന്ന മാറ്റത്തെ കുറിച്ചാണ് എടുത്തിട്ടാണ് പോലീസ് കേസ് ചാർജ് ചെയ്യുന്നത്. ഞാൻ ചോദിച്ചു, ഈ പോലീസ് വക്കീലിനോട്, അസ്കറും ഒരു വക്കീലാണല്ലോ, സർ, ഈ എബൺ കിറ്റിന്റെ പരിശോധന ആധികാരികമായിട്ട് കോടതി അംഗീകരിക്കുമോ? എന്തുകൊണ്ടാണ് കേരളത്തിലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇത്തരം ഒരു പ്രാകൃതമായ, നേരത്തെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആഭ്യന്തരമന്ത്രി പറഞ്ഞ കാര്യമുണ്ട്, നവീന സാങ്കേതിക വിദ്യ, നവീന പരിശോധനകൾ,
കർക്കശമായ നിലപാടുകൾ. അങ്ങനെ സംശയിക്കപ്പെടുന്ന ആളുകളെ ഇത്തരത്തിൽ അന്വേഷണത്തിന്റെയും അതിന്റെ പുറകിലേക്കും പോയി അന്വേഷിച്ച് വിത്തും വേരും തികഞ്ഞു കണ്ടെത്തുമ്പോഴാണ് ഒരു ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങൾ നാർക്കോട്ടിസത്തിനെതിരായി മാറുന്നത്. ഇവിടെയോ അന്വേഷിക്കാൻ പോയ ഉദ്യോഗസ്ഥന്റെ പേരിൽ സാങ്കേതികത്വം പറഞ്ഞ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നു. ഞാൻ ചോദിക്കട്ടെ ഭാസ്കരെ, ഈ കേരളത്തിൽ മാത്രമല്ലേ ഈ കുറ്റം സമ്മതിച്ച് ഫൈൻ അടച്ച് ഇത്ര ലളിതമായി ഓടിപ്പോരാൻ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരും പോലീസിന്റെയും സമ്മർദ്ദം ചെലുത്തുന്ന സ്റ്റേറ്റിൽ ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇതിന്റെ സന്ദേശം എന്താണ്? വെറുതെയല്ല നമ്മുടെ കുട്ടികൾ വഴിതെറ്റി പോകുന്നത്, വെറുതെയല്ല നമ്മുടെ കുട്ടികൾ ഈ പിടിച്ചെടുക്കുന്നതിന് അളവ് വർദ്ധിക്കുന്നത്, തലമുറ വൈമാറുന്നത്. അതിന് നമ്മൾ അധ്യാപക വിദ്യാർത്ഥികളെ കുറിച്ചുള്ള പഴയ സങ്കല്പം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയാണ്. സത്യത്തിൽ ഞാൻ നേരത്തെ റിട്ടയർ ചെയ്ത് പോയിട്ടില്ലായിരുന്നെങ്കിൽ അസ്കർ ഈ പറയുന്ന മാതിരി ആത്മാർത്ഥയുടെ അധ്യാപക ജീവിതം നടത്താൻ കഴിയില്ല. അധ്യാപകരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ.